നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മനസ്സിൽ ഈശ്വര വിചാരം മാത്രം നിറച്ച് ലളിതാ സഹസ്രനാമം ചൊല്ലുമായിരുന്നു ഞാൻ. സാറിങ്ങനെ ഡിസ്റ്റർബ് ചെയ്താ എന്റെ നാമജപം ബ്രേക്ക് ആവും. അതുകൊണ്ട് ബസ്സിൽ പൊയ്ക്കോളാന്ന് അല്ലേ? ഞാനൊന്നും ചോദിച്ചു ബുദ്ധിമുട്ടിക്കുന്നില്ല. കാറിക്കർ. സിന്ദൂരാരുണ വിഗ്രഹാം പ്രണയന മാണിക്യമൗലീസ്ഫുരത്താരാനായകശേഖരം സ്മിതമുഖീമാപീനവക്ഷോരുഹാം പാണിഭ്യാമബളിപൂർണരത്ന ചഷകം രക്തോത്പലം വിപ്രതി. പിന്നെ നിന്റെ ഫോട്ടോസ് കണ്ട് ഡയറക്ടർ UK സർ ഭയങ്കര ഇംപ്രസ്ഡ് ആയിരിക്കുക. ഇനി ഓഡീഷൻ ഒന്നുമില്ല, നീ ചെല്ലുന്നെന്ന് ഉടനെ തന്നെ ഫോട്ടോഷൂട്ട്. അത് കഴിഞ്ഞാ പിറ്റേന്ന് തന്നെ ഷൂട്ടിങ്ങും തുടങ്ങും. ഇത്രയും പെട്ടെന്നേ UKC സാറിനെ പോലുള്ള ഒരാളുടെ ബോളിവുഡ് മൂവിയില് നായികയാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്റെ വില മനസ്സിലാകാത്ത മലയാളത്തിലെ പൊട്ട സംവിധായകന് അസൂയപ്പെടട്ടെ അമൽ. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ശിവാനി. അല്ലേലും നിന്റെ സൗന്ദര്യം ബോളിവുഡ് സങ്കല്പങ്ങൾക്ക് ചേരുന്നതാ. നീ ഇനി കുറെ കാലം ചെറുപ്പക്കാരുടെ ഉറക്കം കെടുത്തും. അത് കഴിഞ്ഞ് വൻ റെമ്യൂണറേഷൻ വാങ്ങി മലയാള സിനിമയിൽ നീ അഭിനയിക്കണം. അതാണ് എന്റെ സ്വപ്നം. ആ സമയത്ത് ഡേറ്റ് ഉണ്ടെങ്കിൽ മലയാളം ചെയ്യാമൽ. വന്ന വഴി മറക്കുന്നവളല്ല ശിവാനി. അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ അവസരം കിട്ടിയിട്ടും നീ എന്നെ മറക്കാത്തത്. നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ ഡേറ്റ്സ് ഒക്കെ നീ തന്നെ കൈകാര്യം ചെയ്താൽ മതി. ഓ, സന്തോഷമായി ശിവാനി, നീ വലിയവളാ. നമുക്കൊന്ന് റൊമാൻറ്റിക് സീൻസ് ഒക്കെ ഒന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കിയാലോ? സോറി അമൽ, ഇപ്പൊ എനിക്ക് തീരെ സമയമില്ല. എനിക്ക് ഗൗതമന്റെ വീട്ടുകാരുടെ കൂടെ ജുവൽസ് എടുക്കാൻ പോണം. അപ്പൊ നീ കല്യാണത്തിൽ നിന്ന് പിന്മാറിയില്ലേ? 6-ാം തീയതി വൈകിട്ട് നമുക്ക് പോകാനുള്ളതാ. നീ വരില്ലെങ്കിൽ നേരത്തെ പറയണം. അവര് വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചോളൂ. എന്ത് ചെയ്യാനാ, ഗൗതമിനെയും കെട്ടി അവന്റെ കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് ആ വീട്ടിൽ കഴിയാനാ നിന്റെ വിധി. ഒരിക്കലും ഇല്ല അമൽ, ഞാൻ ഉറപ്പായും നിന്റെ കൂടെ വരും. UKC സാറിന്റെ പടത്തില് ഞാൻ അഭിനയിക്കും. പിന്നെന്തിനാ ഗൗതമിന്റെ വീട്ടുകാരോട് നീ ജോൾസ് എടുക്കാൻ പോകുന്നത്? സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോ കുറച്ച് സ്വർണം കയ്യിലിരുന്നാ എനിക്കത് കഴിക്കൂ. കല്യാണ പെണ്ണ് വിവാഹ തലേന്ന് മുങ്ങുമ്പോ കുറച്ച് ഓർണമെന്റ്സ് കയ്യിലുള്ളതാ ഒരു ഗുമ്മ്. നിന്റെ ഐഡിയ സൂപ്പറാ ശിവാനി. സിനിമയിൽ അഭിനയിക്കുമ്പോ നാച്ചുറൽ ഓർണമെന്റ്സ് ആണെങ്കിൽ നിന്റെ ബ്യൂട്ടി ഡബിൾ ആകും. ബാഹുബലിയൊക്കെ പോലെ പാൻ ഇന്ത്യൻ പീരിയഡ് ഡ്രാമ എന്നാ കേട്ടത്. ഒറിജിനൽ ജുവൽസ് ഇട്ട അടുത്ത വർഷത്തെ നാഷണൽ അവാർഡ് വരെ നിനക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ മുഴുവൻ സ്വർണം ഞാൻ അടിച്ചു മാറ്റും. ഡൽഹി ചെന്ന് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് നാഷണൽ അവാർഡ് എനിക്ക് തന്നെ വാങ്ങണം. ഉറപ്പായും കിട്ടും. ഇനി നടക്കാനിരിക്കുന്ന 100 കണക്കിന് യാത്രകളുടെ തുടക്കമായിരിക്കും 6-ാം തീയതിയുള്ള നമ്മുടെ മുംബൈ യാത്ര. ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അതെനിക്കറിയാം. എങ്കിൽ ശരി, ഞാൻ ഓർണമെന്റ്സ് എടുത്തിട്ടേ അതൊക്കെ ഇട്ടിട്ട് നിന്നെ വീഡിയോ കോൾ ചെയ്യാം. ആയിക്കോട്ടെ. ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് ഒരു വീഡിയോ കൂടി അയച്ചു തരണം. UKC സാറിന് അതുകൂടി അയച്ചു കൊടുക്കാം. നിന്റെ ഈ എത്നിക് ലുക്ക് കൂടി അദ്ദേഹം കാണട്ടെ. ഓക്കേടാ, ബൈ ബൈ. എന്തായി? 6-ാം തീയതി നമ്മുടെ പ്ലാനിങ്ങിൽ മാറ്റമൊന്നുമില്ലല്ലോ? ഒരു മാറ്റവും ഇല്ല. ഈ ഒരൊറ്റ വെടിക്ക് കുറെ കൂടുതൽ പക്ഷികൾ വീഴാൻ സാധ്യതയുണ്ട്. അതെന്താ? അവളുടെ ഫ്രണ്ട്സിനെ വിളിച്ചോണ്ടൊരു? ഛേ, അതല്ലടാ. അവക്ക് വേണ്ടി ഞാൻ ചെലവാക്കിയതൊക്കെ മുതലും പലിശയും 100 മടങ്ങായി തിരിച്ചു പിടിക്കാൻ അവസരം ഒത്തുവന്നു. ശിവാനി ഇറങ്ങി വരാൻ പോകുന്നത് വെറും കൈയോടെ അല്ല, ഒരു സഞ്ചരിക്കുന്ന ട്രഷറായിട്ടാ. നീ നോക്കിക്കോ, ആ നിധി ഞാൻ സ്വന്തമാക്കും. എന്നിട്ട് അവളെ ചവിട്ടി അരയ്ക്കും.
ഹലോ, ബസ് ഇറങ്ങി ഈ കായലിലൂടെയാ ഓട്ടോ പിടിച്ച് പൊക്കോളാന്ന് താൻ വാചകം അടിച്ചത്. ആ, ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ കടത്ത് കിടന്ന് താനങ്ങ് എത്തുമ്പോഴേക്കും രാത്രിയായനെ. അതെ, അപ്പുറത്ത് ഓട്ടോ പോകുന്ന വഴി വേറെ ഉണ്ട്. ആണോ? പുതിയ പാലം വന്നതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? അതെങ്ങനെ? ലോകത്തെ സകല കാര്യങ്ങളും അറിയാവുന്ന എൻസൈക്ലോപീഡിയ ആണെന്നാണ് ധാരണ. ആകെ കാശുണ്ടാക്കാൻ മാത്രം അറിയാം. ആ ചേട്ടാ, കാട്ടിൽ മേഘതൽ ക്ഷേത്രത്തിലേക്ക് വാഹനം പോകുന്ന വഴിയുണ്ടോ? ഇല്ല, ഇവിടെ എങ്ങും പുതിയ പാലവും വന്നിട്ടില്ല. സാറിന്റെ ഭാര്യ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുക. ഭാര്യ? ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യയൊന്നുമല്ല. ഓ, അപ്പൊ കല്യാണം നടക്കാൻ പോകുന്നേ ഉള്ളൂ അല്ലേ? അതിനു മുമ്പ് തന്നെ ദേവിയെ കാണാൻ വന്നത് നന്നായി. നല്ല കുടുംബജീവിതം ഉണ്ടാകാനും സത്സന്താനങ്ങൾ ഉണ്ടാകാനും ദേവിക്ക് പേരാരിൽ മണികെട്ടി പ്രാർത്ഥിച്ചോളൂ. ദേവി നല്ലത് വരുത്തിക്കോളും. പണിനേർച്ചയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്നു. ഓ, എങ്ങനെയാണ് ചെയ്യേണ്ടത്? ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് പൂജിച്ചു തരുന്ന മണിയുമായി പേരാലിനെ 7 തവണ പ്രദക്ഷിണം വെക്കണം. അതിനുശേഷം ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിൽ പറഞ്ഞ് ദേവിയെ ധ്യാനിച്ച് മണി ആലിന്റെ കൊമ്പിലോ ചുവന്ന ചരടിലോ കെട്ടുക. അതാണ് ആചാരം. നമ്മൾ എന്തു പ്രാർത്ഥിച്ചാലും ദേവി അത് നടത്തി തരും. 10,000-കണക്കിന് ഭക്തർ അനുഭവസ്ഥരാ, ഈ ഞാനും. അപ്പോ ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും കെട്ടാവോ? പിന്നെന്താ, 1 തൊട്ട് 1000 മണിവരെ കെട്ടുന്ന ഭക്തരുണ്ട്. ഭക്തന്റെ വിശ്വാസമാണ് പ്രധാനം. ഓരോരുത്തരുടെയും പ്രാർത്ഥനയും ആഗ്രഹവുമാണ് ഓരോ മണിയും. അതിനാൽ ഒരിക്കൽ കെട്ടുന്ന മണി അഴിച്ചെടുക്കാറില്ല. ചരട് ദ്രവിച്ചു വീഴുന്ന മണികൾ മാറ്റും, അത്രയേ ഉള്ളൂ. സ്വന്തം പരദേവതയായിട്ട് ഒന്നും അറിയില്ല. കഷ്ടം. അത് പിന്നെ മണി കിട്ടുന്ന പൂജയെ കുറിച്ച് താനും എപ്പോഴല്ലേ അറിഞ്ഞത്? പിന്നെ എന്തിനാ വാദം അടിക്കുന്നത്? അതെ, ഞാൻ ഇവിടെ തീരെ ചെറുപ്പത്തിലേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനും അങ്ങനെ തന്നെയാ. ഇവിടെയല്ല ഞാനും ജനിച്ചു വളർന്നത്. അറിയാത്ത കാര്യങ്ങൾ ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? മറ്റുള്ളവരെ പോലെ എല്ലാം അറിയാവുന്ന മട്ടിൽ നിന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. എല്ലാം അറിയാവുന്ന ഞാൻ പറഞ്ഞോ? പറ, ഞാൻ പറഞ്ഞോ? നിങ്ങൾ കലഹിക്കണ്ട. ഇത് പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലമാ. നന്നായി പ്രാർത്ഥിക്കുക. ഈ കലഹം മാറാൻ ദേവിക്ക് മണികെട്ടി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. അത് കഴിഞ്ഞ് മതി വിവാഹം. ഞാൻ പറഞ്ഞത് ഇഷ്ടമായില്ലെന്നുണ്ടോ? ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. ഈ കുട്ടിയുടെ ദേഷ്യം മാറാൻ ഞാൻ മണി കെട്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അതെ, നിങ്ങളുടെ അഹങ്കാരം മാറാൻ ഞാനും കെട്ടുന്നുണ്ട് ഒരു മണി. രണ്ടാളും ഒരുമിച്ച് ഒറ്റ മണി കെട്ടിയാൽ എല്ലാം ശുഭമാകും. കുറച്ച് ഗ്യാപ്പ് ഇട്ട് നടക്കും. ഇല്ലെങ്കിൽ കാണുന്നവരൊക്കെ നമ്മൾ ഹസ്ബൻഡ് വൈഫും ആണെന്ന് വിചാരിക്കും. നമ്മളെ കണ്ട അങ്ങനെ തോന്നുവല്ലേ? അല്ല, ആ ചേട്ടൻ തെറ്റിദ്ധരിച്ചില്ലേ, അതുകൊണ്ട് ചോദിച്ചാ. ഇനി ആരും തെറ്റിദ്ധരിക്കണ്ട. സാർ മുമ്പേ നടക്ക്. ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ? താൻ നടന്നോ, ഞാൻ പിന്നാലെ വരാം. വേണ്ട, സാറ് നടക്ക്. ആവശ്യത്തിന് ഗ്യാപ്പിട്ട് ഞാൻ പുറകെ വന്നോളാം. ഓക്കെ, അങ്ങനെ ആവട്ടെ. ശിവാനിയായുള്ള വിവാഹം നടന്നാലും സാറിന്റെ ആയുസിന് കുഴപ്പമൊന്നും വരരുത്. അതിനുവേണ്ടി ഞാനിന്ന് അമ്മയ്ക്ക് മണി കെട്ടി പ്രാർത്ഥിക്കും.